തലസ്ഥാനത്തേക്ക് തന്നെയാണ് എല്ലാ കണ്ണുകളും. വി ഡി സതീഷിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും സജീവമാണ്. അവിടെ UDF യോഗം വൈകുന്നേരം കന്റോൺമെന്റ് ഹൗസിൽ ചേരും. അതിനു മുമ്പായി ഘടകകക്ഷി നേതാക്കളുമായി ഇന്ന് വി ഡി സതീശൻ പ്രത്യേക ചർച്ച നടത്തുന്നുണ്ട്. CP ജോണുമായാണ് ആദ്യ ചർച്ച. സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ഒടുക്കം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി ആരെന്ന കാര്യം തീരുമാനിച്ചിരിക്കുന്നു. ഇനി എടിപിടി എന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആകെ 2 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച മുഴുവൻ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ നടക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ വേഗത്തിൽ കാര്യങ്ങൾ നീക്കണം. അത്ര വേഗം തലസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? സൈഫുദ്ദീൻ, തീർച്ചയായും ഉണ്ട്. കാരണം തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. അതിനു മുമ്പ് പരമാവധി മന്ത്രിമാരെ നിശ്ചയിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു നീക്കം. എന്തായാലും മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. കാരണം ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഒപ്പം ഈ മറ്റ് ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തർക്കങ്ങൾ, അതൊക്കെ കോൺഗ്രസിൽ വലിയ തോതിൽ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഉരുണ്ടുകൂടുന്നുണ്ട്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിന് പിന്നാലെ ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഇങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ട്. അത് ചെന്നിത്തലയുടെ ബാർഗെയിനിങ് ആണ് എന്ന് പറയപ്പെടുന്നു. അതായത് ആ മന്ത്രിസഭയിലേക്കില്ല, വേണ്ടി വന്നാൽ രാജിവെക്കാനും താൻ തയ്യാറാണെന്ന തരത്തിലേക്കുള്ള ഒരു ചില നിലപാടുകളൊക്കെ, അത് ചെന്നിത്തലയല്ല പറയുന്നത്, ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കേന്ദ്രങ്ങൾ അത്തരം പ്രചരണങ്ങളൊക്കെ നടത്തുകയാണ്. അങ്ങനെ വി ഡി സതീശൻ ഒരുപക്ഷെ ഇന്ന് ചെന്നിത്തലയെ നേരിട്ട് വീട്ടിൽ പോയി കാണാനുള്ള സാധ്യതയുണ്ട്, മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം ചില സാധ്യതകളുണ്ട്. ഒപ്പം ഈ വകുപ്പ്, അതായത് പ്രധാനപ്പെട്ട ഒരു വകുപ്പ്, അതായത് ആഭ്യന്തര വകുപ്പ് തന്നെ വേണം എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ചെന്നിത്തലയുള്ളത്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ ഒരുപക്ഷെ ആ മന്ത്രിസഭയിലേക്ക് വരാമെന്നാണ്. പക്ഷേ വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിനൊപ്പം ആഭ്യന്തര വകുപ്പും വേണമെന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് വിട്ടു നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ മുന്നോട്ട് പോവുക അസാധ്യമാണെന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഘടകകക്ഷികളുടെ മന്ത്രി വിഭജനവും ഒപ്പം വകുപ്പ് സംബന്ധിച്ച ചർച്ചകളുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇന്ന് രാവിലെ മുതൽ തന്നെ കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ നേതാക്കളെല്ലാം വി ഡി സതീശൻ വിളിച്ചു വരുത്തുന്നുണ്ട്. അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് 4 മണിക്ക് കന്റോൺമെന്റ് ഹൗസിൽ UDF നേതൃയോഗം നടക്കുന്നുണ്ട്. ആ നേതൃയോഗത്തിന് മുമ്പ് മന്ത്രിമാരെ സംബന്ധിച്ചും അവരുടെ വകുപ്പുകൾ സംബന്ധിച്ചും ഒരു ധാരണയാക്കുക എന്നതാണ് ഇപ്പോഴൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇന്ന് ആദ്യം CP ജോണിനെ കാണുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ രാവിലെ കന്റോൺമെന്റ് ഹൗസിലെത്തിയത് അനൂപ് ജേക്കബാണ്. അനൂപ് ജേക്കബിന് എന്തായാലും ആ മന്ത്രിസ്ഥാനം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ആളാണ്. CP ജോണും അനൂപ് ജേക്കബുമാണ് മന്ത്രിസഭ ഈ മുന്നണിയിൽ ഒറ്റ MLA മാർ മാത്രമുള്ള പാർട്ടികൾ. അവർക്ക് പക്ഷേ ഈ LDFന്റെ കാലത്തേതുപോലെ 2.5 വർഷത്തെ ടേം ആ വ്യവസ്ഥയിലല്ല മന്ത്രിസ്ഥാനം നൽകുക. കാരണം അനൂപിനാണെങ്കിലും CP ജോണിനാണെങ്കിലും 5 വർഷം തന്നെ തികച്ച് മന്ത്രിസ്ഥാനം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അനൂപ് ജേക്കബ് സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. വകുപ്പ് സംബന്ധിച്ച ചർച്ചകളും ഏതാണ്ട് നടന്നിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പ് തന്നെ, നേരത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷ്യവകുപ്പ് തന്നെ ഇത്തവണയും അനൂപ് ജേക്കബിന് നൽകാൻ ഏതാണ്ടൊരു ധാരണയായി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. CP ജോണാണ് ഇനി അല്പസമയം മുമ്പ് വീണ്ടും കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹവുമായി അല്പസമയത്തിനുള്ളിൽ വി ഡി സതീശൻ ചർച്ച നടത്തും എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. CP ജോൺ അവർക്കും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ആ മന്ത്രിസ്ഥാനം അവർ സഹകരണ തുറമുഖ വകുപ്പുകളാണ് ചോദിക്കുന്നത്. അത് സഹകരണ വകുപ്പ് അവരെ സംബന്ധിച്ച് CMBയെ സംബന്ധിച്ച് MBRന്റെ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്ന വകുപ്പാണ്. അതുകൊണ്ട് ആ വകുപ്പ് വേണമെന്നൊരു നിർബന്ധം CMB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തുറമുഖ വകുപ്പിന്റെ കാര്യത്തിൽ ഒരു ധാരണയായിട്ടില്ല. അതൊരു പക്ഷേ കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും തീരുമാനമാവുക. തുറമുഖം ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടിയാണ്. സഹകരണത്തിനൊപ്പം തുറമുഖം കൂടി CMBക്ക് നൽകുന്ന കാര്യത്തിൽ ചില എതിർപ്പുകളുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടും. എന്തായാലും പിന്നെയുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. കേരള കോൺഗ്രസ് ജോസഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇന്നലെ മുതൽ തിരുവനന്തപുരത്ത് തുടരുകയാണ്. അല്പസമയത്തിന് ശേഷം PJ ജോസഫിനെ MLA ഹോസ്റ്റലിലെത്തി വി ഡി സതീശൻ നേരിട്ട് കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ മുന്നണിയിലെ 3ാമത്തെ ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് അതിശക്തമായി വി ഡി സതീശന് വേണ്ടി നിലപാടെടുത്ത ആളാണ് PJ ജോസഫ്. അത്തരത്തിൽ തനിക്ക് വേണ്ടി നിലപാടെടുത്ത, തനിക്ക് ഒപ്പം നിന്നിരുന്ന ആളുകളെയൊക്കെ വി ഡി സതീശൻ ഇന്നലെ പല സമയങ്ങളിലായി പോയി കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ PJ ജോസഫിനെ കൂടി MLA ഹോസ്റ്റലിലെത്തി കാണുമെന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കും ഈ മന്ത്രി സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാവുക. 2 മന്ത്രിസ്ഥാനം ഇത്തവണ
നിർബന്ധമായും വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന് മോൻസ് ജോസഫിനും ഒന്ന് അബു ജോൺ ജോസഫിനുമാണ് 2 മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ മുന്നണിയിലെ ചില ഒരു തീരുമാനത്തിലേക്ക് വന്നതല്ല, ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് പദവിയും ഒരു ക്യാബിനറ്റ് റാങ്കും കേരള കോൺഗ്രസ് ജോസഫിന് നൽകാം എന്നൊരു ധാരണ എന്നൊരു ചർച്ച മുന്നണിക്കുള്ളിൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല ജോസഫ് ഗ്രൂപ്പ്. അങ്ങനെ ജോസഫ് ഗ്രൂപ്പ് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ 2 മന്ത്രിസ്ഥാനവും അവർക്ക് നൽകും. 3:40 ലീഗ് നേതാക്കൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ലീഗുമായി ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലീഗിന് നിലവിൽ 5 മന്ത്രിസ്ഥാനമാണ്. ആ മന്ത്രിസ്ഥാനത്തിൽ ആ 5 പേരുടെ പേരുകൾ ഏതാണ്ട് ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയിട്ട് കൈമാറാനും സാധ്യതയുണ്ട്. ഇനി 5 മന്ത്രിസ്ഥാനത്തിന് പുറമെ ലീഗ് മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പോസ്റ്റ് ചോദിക്കുമോ എന്ന കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ കൃത്യമായി വ്യക്തതയില്ല. എന്തായാലും അത് ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കും, അല്ലെങ്കിൽ അതിന് മുമ്പായി അവതരിപ്പിക്കും. അതായത് ഇന്ന് വൈകിട്ട്